ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് നമ്മൾ രാത്രി കഴിക്കുന്നതാണ്. വെറുതെ ഒരു മുട്ട എടുക്കുക, പൊട്ടിക്കുക, അതിലേക്ക് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക് അങ്ങനെ വിതറിയിടുക, എന്നിട്ട് ബുൾസ പോലെ എടുക്കുക. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും. ഇത് രാത്രി കഴിക്കുന്നതാണ്. ചോറ് തിന്നാൽ വയറ് ചാടുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ചോറിലേക്കാണ് പോകുന്നത്. ചോറ് ഉണ്ടാക്കി വെക്കുകയാണ്. ചോറ് എപ്പോഴും നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ചോറിപ്പം ഉണ്ടാക്കി അങ്ങ് വെക്കും. ഇതിപ്പുറത്ത് നമ്മുടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കി കാണിച്ച മീൻകറി അല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇപ്പുറത്ത് വന്നിട്ട് സവാള എന്തിനാണ് അരിയുന്നതെന്നായിരിക്കും അല്ലേ? നമ്മുടെ റാഗി സേമിയ ഉണ്ടല്ലോ, അത് വെച്ച് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. രാത്രി വിശക്കുവാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ ഈ പാലോ മുട്ടയോ അങ്ങനെ വല്ലതും കഴിക്കും. അപ്പം രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാത്തിനും സമയമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഹാരങ്ങൾ എപ്പോഴും തണുപ്പിച്ച് കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൈക്രോവേവിനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി രാവിലെ കഴിക്കാം. അങ്ങനെയും ചെയ്യും. ചിലപ്പം നല്ല വിശപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് കഴിച്ച് തീർക്കുകയും ചെയ്യും കേട്ടോ. രണ്ട് ഇതുണ്ട്. ഞാൻ മുട്ട പുളിസ അത് ഇന്നലത്തെയാണ് കാണിച്ചത്, ഇത് ഇന്നത്തെ കേട്ടോ. ഇത് നമ്മുടെ മത്തിയുടെ ഇച്ചിരി പരിഞ്ഞിയിലുണ്ടായിരുന്നു. അത് ഇച്ചിരി ഉള്ളത് കൊണ്ടൊരു പൊലിമ തോന്നാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്താണ് ഉണ്ടാക്കുന്നത്. പരിഞ്ഞിയിൽ ഇഷ്ടമല്ലാത്ത ആരല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മത്തിയുടെയാണ് പ്രത്യേകിച്ച് ഇഷ്ടം. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടി, തക്കാളിക്ക് ഇതൊന്നും ഇടാത്ത മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ തെർമോ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് മൂടി വെക്കുക. അപ്പോൾ 2 hour കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ചോറ് റെഡിയാണ്. പിന്നെ അല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ തുറന്ന് നോക്കിയാലും മതി. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഇപ്പുറത്ത് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ റാഗി സേമിയാണ്. അത് ചിലർ നെയ്യ് ഉപയോഗിച്ച് വറക്കും. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വറക്കുന്നത്. എനിക്ക് ആ നെയ്യുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വറക്കുന്നത് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ കഴുകി വെച്ചതാണ്, പക്ഷേ കഴുകുമ്പോൾ സൂക്ഷിച്ച് കഴുകണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ഞി പോലെ ആയിപ്പോൾ. കഴുകി നമ്മൾ ഉണക്കി വെച്ചതാണ്. പിന്നെ ഞാൻ ഈ കർണാടകത്തിൽ വന്നാണ് ഈ മറ്റേ സേമിയയും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കണ്ടത്. നേരത്തെ എൻ്റെ ഒന്നും നാട്ടിൽ ഞാനങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഉണ്ടാക്കുമായിരിക്കും ഇപ്പം. പിന്നെ യൂട്യൂബ് വന്നുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ അറിയാമല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയ ഒരു സംഭവം ഇത് കേട്ടോ. നമ്മുടെ ഒരു ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ്. ഇടിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൽപുട്ട്, അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. എന്നാൽ നല്ല എന്താ പറയുന്നത്, ഒരു മണമൊക്കെ ഉണ്ട്. ഇത് ഉഴുന്ന കേട്ടോ. ഉഴുന്നിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ആ ഉഴുന്നിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു ഉഴുന്നിട്ടു. പിന്നെ നമ്മൾ അടുത്തത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുകിടും. കടുകാണല്ലോ ഉപ്പുമാവിനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സംഭവം. അതുകൊണ്ട് കടുകിട്ടു. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയിടും. ഉള്ളി ഇട്ടിട്ട് അറിയാമല്ലോ, ഇച്ചിരി ഉപ്പിടും. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴണ്ട് വരുമല്ലോ, അതിന് വേണ്ടിയാണ് ഉപ്പിടുന്നത്. എപ്പോഴും ഉപ്പ് പൊടിയെക്കാട്ടിലും കല്ലുപ്പാണ് ശരീരത്തിന് നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി ഇച്ചിരി ഒന്ന് നിറം മാറുമ്പോഴത്തേക്ക് ഇഞ്ചി, മറ്റേ കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കും. ഉപ്പുമാവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണ്. കാരണം ഈസിയാണ്, ശരീരത്തിന് നല്ലതാണ്. റാഗി കുഞ്ഞിലേക്ക് നമ്മുടെ നാട്ടിൽ റാഗിക്ക് പഞ്ഞിപ്പുല്ലെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അത്രമാത്രം ഹെൽത്തിന് നല്ല ഒരു സാധനമാണ്. ഇവിടെ കർണാടകത്തിലാണെങ്കിൽ ഇവർ ഈ മുദ്ദയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. എന്താ നമ്മുടെ കൊഴുക്കട്ടയെക്കാട്ടി കുറച്ചുകൂടെ വലിയതായിട്ട്. അതിനകത്ത് മധുരമൊന്നും ഇടത്തില്ല, വെറുതെ പുട്ട് നമ്മുടെ കപ്പ ഒക്കെ വേവിച്ച് തിന്നുന്ന പോലെ അവരിങ്ങനെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ ഉണ്ടാക്കി
തിന്നാറുണ്ട്. അവർ എന്താ പറയുന്നത്, കൃഷി സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പണി ചെയ്യുന്നവർ അവരുടെ ശരീരത്തിന് അതാണ് നല്ലതെന്നും പറഞ്ഞ് അവരുണ്ടാക്കി കൊണ്ടുപോയി കഴിക്കാറുണ്ട് കേട്ടോ. അത്രമാത്രം ഹെൽത്തിന് നല്ലതാണ് റാഗി. ഇതിപ്പോൾ ഇട്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴണ്ട് വന്നപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം എനിക്ക് മതിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കേട്ടോ. വെള്ളം പറ്റി വരണമല്ലോ. വെള്ളം ഒത്തിരി ആയി കുഴപ്പമൊന്നുമില്ല, അത് പറ്റി സെറ്റായിക്കോളും. അങ്ങനെ തിളച്ച് വരികയാണ്. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്തേക്ക് നമ്മുടെ റാഗി സേമിയ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് അത് ശരിയായി കിട്ടും. ഞാൻ ഇന്നലെ കപ്പയൊക്കെ വേവിച്ചായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അതൊന്നും ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യം മറന്നു പോകും. അതാണ് സംഭവം. അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തേനായിരുന്നു. കപ്പയൊക്കെ വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. വെറുതെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്ത് കഴിക്കുന്നോ അത് വീഡിയോ ചെയ്യുന്നെന്ന് മാത്രം. വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഈ ഒരു പരുവത്തി വന്നു. ദേ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ് കേട്ടോ. അത്രയേ ഉള്ളൂ.